ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഇന്ന് അത്യാവശ്യം നല്ല ഫ്രിസി ആയിട്ടുള്ള ഈ ഹെയറിനെ നല്ല രീതിയിൽ ഹെയറിന് ഭാവിയിൽ ഡാമേജസ് ഒന്നും വരാതെ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കി മാനേജബിൾ ഹെയർ ആക്കി മാറ്റുന്നതാണ് കാണിക്കുന്നത്. അതായത് ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. അധികം ലെങ്ത് ഒന്നും ഇല്ലാത്ത വീഡിയോ ആണ്, കണ്ടുനോക്കും. ഈ ഹെയർ നമ്മളിപ്പോൾ വാഷ് ചെയ്ത് ജസ്റ്റ് ബ്ലോ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ഹെയർ മാനേജ് ചെയ്യാനായിട്ട്. നല്ല ഫ്രിസിയാണ്, ഡ്രൈ ആണ്, പിന്നെ എന്താ പറയുക, ഒട്ടും സ്മൂത്ത് അല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു ഹെയറിന്. കളറിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ വാഷ് ചെയ്യണം. ഹെയറിലെ ഓയിൽ കണ്ടൻറ്റ് അനുസരിച്ചാണ് വാഷ് ചെയ്യേണ്ടത്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹെയറിൽ ഒട്ടും ഓയിൽ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് 100% ഡ്രൈ ചെയ്യണം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഡ്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ഹെയർ മാനേജ് ചെയ്യാൻ പാടായിരിക്കും. ഇനി പ്രൊഡക്റ്റ് ആപ്ലിക്കേഷനാണ്. ഹെയർ സെക്ഷൻ ആൻഡ് പാർട്ടീഷൻ ചെയ്തതിന് ശേഷം തിൻ സെക്ഷൻസ് ആക്കിയിട്ട് വേണം പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. കുറച്ച് മതി പ്രൊഡക്റ്റ്, വളരെ കുറച്ച് മതി. എന്നിട്ട് ഇത് നമ്മൾ ഹെയറിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് വീഡിയോ ലോങ് ആക്കുന്നില്ല. എന്തായാലും ഈ ട്രീറ്റ്മെൻറ്റ് ഒറ്റയ്ക്ക് വീട്ടിൽ നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു സലൂണിലോ പാർലറിലോ ഒക്കെ പോയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുണ്ട്. മുൻപത്തെ പോലെയല്ല, മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഓർക്കണം, ഇതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഭാവിയിൽ ഹെയറിന് യാതൊരുവിധ ഡാമേജും വരില്ല. പിന്നെ പെർമനൻ്റ് അല്ല, വാഷിങ്ങിൻ്റെ കണക്കനുസരിച്ചാണ് ഇതിൻ്റെ ലാസ്റ്റിംഗ് വരുന്നത്. ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്